അന്നത്തെ ബസ്സിന്റെ ഫുട്ബോർഡിന്റെ ഭാഗം താന്ന് കിടക്കും, ഓർമ്മയുണ്ട്? ഈ എല്ലാവരും നിന്നിട്ട് ഈ അന്ന് രണ്ട് ബസ് ചരിഞ്ഞാണ് പോകുന്നത്. എല്ലാം ഫുട്ബോർഡിലായിരുന്നു. മോഹൻലാലിന്റെ ഒരു ചരിവ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ബസ്സിൽ വീണ്ടും തിരുവനന്തപുരത്തൂടെ പോകാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. വളരെ അവിചാരിതമാണ്. പ്രിയനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. നിങ്ങളെല്ലാം വിളിച്ചൊരു ഇന്റർവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചിങ്ങനെ. പക്ഷേ ഇന്നലെ അവിചാരിതമായിട്ട് പ്രിയൻ എന്നെ വിളിക്കുകയാണ്. ഞാനിവിടെ ഉണ്ട്, എവിടെയുണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറയുന്നത്, അപ്പോൾ എനിക്കൊരു ഐഡിയ പോയി, എന്നാൽ പിന്നെ ഇന്ന് ബസ്സിൽ പോകാം. അപ്പോഴാണ് ഞാൻ അളിയനെ വിളിച്ചത്. നാളെ ലാലും വരുന്നുണ്ടെന്ന് കേട്ടു. അതെ, നാളെ ലാലേട്ടൻ വരുന്നുണ്ട്. നാളെ അല്ല, ബസ്സിലൊന്ന് യാത്ര, ബസ്സിൽ നാളെ KSRTC ബസ്സിൽ നാളെ ഒന്ന് യാത്ര വരാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു 10-11 മണി കൂടി പുതിയ വോൾവോ നാളെ രാവിലെ എത്തും. അതിൽ ഒന്ന് യാത്ര. മാത്രമല്ല, ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഞാനൊരു സാധാരണ ബസ്സും കൊണ്ടുവരുന്നുണ്ട്. ഫുട്ബോർഡിലും നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ. പ്രിയൻ പറഞ്ഞപ്പോൾ ഒരു ഐഡിയ, ഫുട്ബോളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളെ ഫുട്ബോളിൽ നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. നിർത്തി പാട്ട് ഷൂട്ട് ചെയ്തു വന്ദനത്തിൽ. വന്ദനത്തിൽ ഷൂട്ട് ചെയ്തു. അത് കർണാടക ബസ്സാണ്. കർണാടക ബസ്സിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ക്യാമറ ഇരിക്കുന്ന വണ്ടി ഞാനാണ് ഓടിക്കുന്നത്. ഞാനാണ് അതിന്റെ കാർ ചേസുകളും പാട്ടും ഒക്കെ എടുക്കുന്നത്. ഞാൻ ഓടിച്ചിട്ടാണ്. അളിയൻ എന്നെ പറ്റി പറഞ്ഞു, ഞാൻ നല്ല ഡ്രൈവറാണെന്നൊരു ഇന്റർവ്യൂവിൽ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ ഡ്രൈവർമാരിൽ ഒരാളാണ് ഗണേശ്. അതായത് നമുക്ക് ആക്ച്വലി നല്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ തമിഴ്നാട്ടിലെ സുരേഷ് ബാലാജി രണ്ടുപേരും ഇത്രയും ഉഗ്രനായിട്ട് വണ്ടി ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല, ലൈഫിൽ കണ്ടിട്ടില്ല. ഗണേശ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമോ നമ്മൾ അങ്ങോട്ട് പോവുകയോ ഒന്നും ചെയ്യില്ല. ഭയങ്കര അതെന്താണെന്നറിയോ, ബേസിക്കലി ഭയങ്കര എൻജോയ് ചെയ്താ ഓടിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ടെൻഷൻ ഉള്ളപ്പോൾ ഞാൻ വണ്ടി ഓടിക്കും. ഏറ്റവും മനസ്സിന് ടെൻഷനുള്ള സമയത്ത് കുറച്ചു നേരം വണ്ടി ഓടിച്ചാൽ എൻ്റെ എല്ലാ ടെൻഷനും മാറും. ഞാൻ ഈ വണ്ടിയെ ഓടിച്ചിട്ടുണ്ട്, ഈ ഡബിൾ ഡെക്കറെ ഓടിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഓടിക്കും. എല്ലാ വണ്ടിയും ഓടിക്കാൻ നമ്മളൊരു വാഹനങ്ങളോട് എനിക്കൊരു സ്നേഹമുണ്ട്. പണ്ടുണ്ട്. ഞാനും പ്രിയനോട് മദ്രാസിൽ കൂടെ കാർ പോകും രാത്രി. അന്ന് ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഒരു വണ്ടി എടുക്കും, ഒരു ഫിയറ്റ് കാറ്, അതിലൊരു പോക്കുണ്ട്. രാത്രി ആ റോഡിലൊന്നും ഒരാളും കാണത്തില്ല. എവർഷൈൻ്റെ ഒരു വണ്ടി, താഴേക്ക് ഓട്ടയാണ്. എൻ്റെ റണ്ണിങ് ബോർഡൊക്കെ പോയി. നമ്മളെ ഓടിപ്പോകുമ്പോൾ റോഡ് കാണാം ആ വണ്ടിക്കകത്ത്. ശരിക്കും കാല് കുറച്ച് തെറ്റി വെച്ചാൽ റോഡിൽ കാല് പോകും. തിരുവനന്തപുരത്ത് പോയി തമിഴ്നാട്ടിലൊരു സ്ത്രീ പോയല്ലോ, ആ വീഡിയോ ഉണ്ടല്ലോ തമിഴ്നാട്ടില് ബസ്സിനകത്ത്. തമിഴ്നാട്ടിൽ ബസ് അടിയിൽ പോയിട്ട് അവർ രക്ഷപ്പെട്ടു, നേരെ സെൻട്രലിൽ വീണു, ആണ് ഓട്ടായി പോയി. അതിന്റെ വീഡിയോ ഉണ്ട്, ഇപ്പോഴും യൂട്യൂബിലുണ്ടോ വീഡിയോ? തമിഴ്നാട് ബസ്സിൽ. നമ്മുടെ അല്ല ഭാഗ്യത്തിന്, നമ്മുടെ ബസ്സിന് അത്രയും ബുദ്ധിമുട്ട് അതിനു മുമ്പ് ഇദ്ദേഹം കയറി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത്രയും മോശമായില്ല. ഇപ്പൊ നമ്മുടെ ബസ്സുകളുടെ കണ്ടീഷനാണ് കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ യാത്ര സുരക്ഷിതമാണ് KSRTC. പിന്നെ നല്ല എനിക്ക് തോന്നുന്നത് ഏകദേശം വന്നതിന് ശേഷമാണ് രണ്ട് കാര്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട്, പിന്നെ ഒന്ന് സിനിമയുടെ KSRTC ബെസ്റ്റ് തിയേറ്ററുകൾ. നല്ല സുഖകരമായിട്ട് ഏറ്റവും നല്ല പ്രൊജക്ഷൻ ഇപ്പോഴും KSRTC തിയേറ്ററുകളാണ്. പ്രൊജക്ഷൻ സിനിമയ്ക്ക് തന്നെ ഒരു ഉണർവുണ്ടായി. അതുപോലെ ബസ്സുകൾ തന്നെ നമ്മളിപ്പോഴും ആ പച്ചയും വെള്ളം അടിച്ച് നടന്നിരുന്നില്ല. ഇപ്പോൾ വോൾവോ ലോഡ് ബസ് എല്ലാം വന്നില്ലേ. ഇപ്പം കിടന്ന് ബാംഗ്ലൂർ പോകല്ലേ, സ്ലീപ്പർ വന്നില്ലേ, വരാൻ പോകണോ? സ്ലീപ്പർ ബസ് KSRTC AC സ്ലീപ്പർ ഇപ്പം നമ്മൾ പുതിയ ഇറക്കുന്നുണ്ട്. വോൾവോയുടെ സ്ലീപ്പറും വരുന്നുണ്ട്. വോൾവോ ആദ്യം ഇന്ത്യയിൽ സ്ലീപ്പർ ഉണ്ടാക്കി. നാളെ വരുന്ന സീറ്റാണ്. ഒരു അടുത്ത മാസം 2 തട്ടായിട്ട് കിടക്കാവുന്ന വോൾവോയുടെ ആദ്യത്തെ സീറ്റിംഗ് വണ്ടി നമുക്കാണ് വരുന്നത്. സീറ്റ് മാത്രം, ബെഡ് മാത്രമുള്ള വണ്ടി അവരാദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയാണ്. 2-3 ഡ്രൈവേഴ്സ് കാണും. എങ്ങനെയാണ്? 2 ഡ്രൈവർമാർ പോകും. ഒരു വണ്ടിക്ക് 6 ഡ്രൈവറെ വെച്ചിട്ടുണ്ട്. ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് മാറി ഓടിക്കും. കണ്ടക്ടറും ഡ്രൈവറാണ്. രണ്ടുപേരും കണ്ടക്ടറും ഡ്രൈവറും ഒരാൾ തന്നെ. അപ്പം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടികൾക്കെല്ലാം 3 പേരെ വെച്ചിട്ടുണ്ട്. 4ാമതൊരാളെ വണ്ടി തൊടിയിരിക്കില്ല. ഇവർ ചീത്തയാക്കും. 4 എടുത്ത് ഇടിച്ചിട്ട് കൊണ്ടിടും. അതുകൊണ്ട് ഈ 3 പേർക്കാണ് പൂർണ്ണ. 6 പേരുണ്ട് കണ്ടക്ടറും ഡ്രൈവറുമായിട്ട്. ഇവർക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം.